Hello, my dear students. Welcome back to Ishack's Physics Classroom. Today's concept is angular momentum and torque. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ആംഗുലർ മൊമെന്റവും ടോർക്കും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ടോർക്ക്. ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഒരു ലീനിയർ മോഷനിൽ ഫോഴ്സ് എന്താണോ ചെയ്യുന്നത് അതാണ് ടോർക്ക് റൊട്ടേഷൻ മോഷനിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്ട് സ്റ്റേഷൻ റെസ്റ്റിലാണെങ്കിൽ അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഫോഴ്സ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എങ്കിൽ ആ ഒബ്ജക്ട് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ടോർക്ക് നോൺ സീറോ ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അൺബാലൻസ്ഡ് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫോഴ്സ് കിട്ടിയ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യും, ടോർക്ക് കിട്ടിയ ഒരു ഒബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫോഴ്സിന്റെ അനലോഗ് ആണ് ടോർക്ക്. ഫോഴ്സ് എന്താണോ ലീനിയർ മോഷനിൽ ചെയ്യുന്നത് അതാണ് ടോർക്ക് റൊട്ടേഷൻ മോഷനിൽ ചെയ്യുന്നത്. The turning effect of a force about the axis of rotation is called moment of force or torque. Tau is equal to RF sin theta. നമുക്കറിയാം tau is equal to R cross F ആണ്, that is RF sin theta. The direction of torque is found to be perpendicular to the plane containing both F and R. നമ്മൾ ഓൾറെഡി വെക്ടേഴ്സ് എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ആർ ക്രോസ് എഫ് ആണെങ്കിൽ ആറും എഫും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലെ ടോർക്ക് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ വീഡിയോന്റെ എൻഡിൽ നമ്മൾ ചെറിയൊരു അനിമേഷൻ കാണിക്കും, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഒരു എ ക്രോസ് ബിന്റെ എങ്ങനെയാണ് ഡയറക്ഷൻ കാണുക, ബി ക്രോസ് എന്റെ എങ്ങനെ ഡയറക്ഷൻ കാണുക, നമ്മൾ റൈറ്റ് ഹാൻഡ് കോർക്ക് സ്ക്രൂ റൂൾ വെച്ച് പറഞ്ഞു തന്നാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ആറും എഫും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ടോർക്ക് വരിക. യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ. കാരണം നമുക്കറിയാം ഫോഴ്സിന് യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ആർ എന്ന് പറയുന്ന മീറ്റർ ആണ്, ലെങ്ത് ആണ്. സോ ന്യൂട്ടൺ മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക് ആൻഡ് ഡയമെൻഷൻസ് ആർ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആൻഡ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. കാരണം ക്രോസ് പ്രൊഡക്റ്റ് ആണ്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെക്ടർ പ്രൊഡക്റ്റ് ആണ്. ടോർക്ക് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർക്ക്, എനർജി ആൻഡ് ടോർക്ക് ആൻഡ് ത്രീ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് സെയിം ഡയമെൻഷൻ. കാരണം നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ജൂൾ എന്നാണ് അറിയാം. അപ്പൊ എം എൽ സ്ക്വയർ ടി റേസ് ടു -1 എനർജി ഡയമെൻഷൻ ആണ്. അപ്പൊ എനർജിയും വർക്കിന്റെ ഡയമെൻഷൻ തന്നെയാണ് ടോർക്ക് എന്ന് വരിക. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാൻ കാരണം ലീനിയർ മോഷനിൽ ഫോഴ്സ് എന്താണോ ചെയ്യുന്നത് അതാണ് റൊട്ടേഷൻ മോഷനിൽ ടോർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. And theta is equal to 0 or theta equal to 180, that is sin theta is equal to 0. That means theta 0, ആറും എഫ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0യും 180 ആണെങ്കിൽ നമുക്കറിയാം സൈൻ 0 എന്ന് പറഞ്ഞാലും സൈൻ 180 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പൊ ഈ രണ്ട് സമയത്തും ടോർക്ക് മിനിമം ആയിരിക്കും. Then when the R and F making an angle theta equal to 0 degree ആണെങ്കിലും 180 ആണെങ്കിലും ടോർക്ക് മിനിമം ആണ്. ടോർക്ക് is equal to 0. There is no rotational effect. When theta is equal to 90, that is sin 90 എന്ന് പറയുന്നത് 1 ആണ്, maximum torque that is R, tau is equal to R cross F sin 90. Sin 90 means 1, it is RF, that is maximum torque. അപ്പോൾ theta 90 ആകുമ്പോഴാണ് maximum torque ആവുക, theta 0 180 ആകുമ്പോൾ minimum torque ആണ്. theta എന്ന് പറയുമ്പോൾ RF മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് theta എന്ന് പറയുന്നത്. So this is the diagram. So from the figure, consider right angle triangle OPN. OPN എന്ന right angle triangle construct ചെയ്യാണ്. Sin theta is equal to ON by OP, that is ON by R, or ON equal to R sin theta. ON is called lever arm, that is the perpendicular distance between the line of action of force and the axis of rotation. ആ P എന്ന പോയിന്റിലാണ് ലൈൻ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. Y എന്ന ആക്സിസ്, എബൌട്ട് ദ ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആ P എന്ന പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ Y ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആ ആക്സിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ P എന്ന പോയിന്റ് നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ദൂരം, പെർപെൻഡിക്കുലർ ദൂരമാണ് ON. അപ്പോൾ ON കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത്, സോ ആ ട്രയാങ്കിൾ നമുക്കൊരു കാര്യം മനസ്സിലായി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R സൈൻ തീറ്റയാണ്. സോ വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അങ്ങനെയും ടോർക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു perpendicular distance, അതാണ് liver arm, that is ON, that is R sin theta. Then torque is equal to force into liver arm, or we can say torque is equal to force into perpendicular distance between the line of action of force and the axis of rotation, or liver arm. Torque is measured as the product of force and perpendicular distance between the line of action of the force and the axis of rotation. അപ്പോൾ basically torque ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടോർക്ക് ഇസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറയണം, the product of force and the perpendicular distance between the line of action of the force and the axis of rotation. ആ പോയിന്റിൽ ഏത് പോയിന്റിലാണ് ആ പോയിന്റ്
പോയിന്റിനും അതുപോലെ തന്നെ ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് ദ ആക്സിസ് ആ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ലിവർ ആം. Angular momentum. Angular momentum of a particle or body is the quantity of turning motion contained in that particle body about the axis of rotation. അപ്പോൾ ആംഗുലർ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് ടേണിംഗ് മോഷൻ കണ്ടെയ്ൻ ദ പാർട്ടിക്കിൾ. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം എന്ന പി എന്താണോ ലീനിയർ മോഷനിൽ ചെയ്യുന്നത് അതാണ് എൽ എന്ന ആംഗുലർ മൊമെന്റം റൊട്ടേഷണൽ മോഷനിൽ ചെയ്യുന്നത്. സോ എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ നമുക്കറിയാം. എൽ ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്, അങ്ങനെ ആർ പി സൈൻ തീറ്റ വരുന്നത്. The direction of angular momentum is found to be perpendicular to the plane containing both P and R. നമ്മൾ ടോർക്കിൽ എന്താണോ പറഞ്ഞത് അതേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കാരണം ആർ ക്രോസ് പി ആണ്, എല്ലാം ആർ ക്രോസ് എഫ് ആണ് ടോ എന്ന് വരുന്നത്. അപ്പൊ ആറും പിയും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ആംഗുലർ മൊമെന്റം എക്സിറ്റ് ചെയ്യാം. So L is equal to R cross P. So unit of angular momentum is kilogram meter square second raised to -1 and dimension are ml square t raised to -1 and it is a vector quantity. അപ്പോൾ ml square t raised to -1 നമുക്ക് ജൂൾ സെക്കൻഡ്, ദാറ്റ് ഈസ് ആംഗുലർ മൊമെന്റവും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ഒരേ ഡയമെൻഷൻ ആണ്. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണം എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ product ആണ്, ആർ ക്രോസ് പി എന്ന വെക്ടർ പ്രൊഡക്റ്റ് ആണ്. സോ ആംഗുലർ മൊമെന്റം ഇസ് എ വെക്ടർ പ്രൊഡക്റ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ വിച്ച് കണ്ടെയ്നിങ് ആർ ആൻഡ് പി. ആറും പിയും ഏത് പ്ലെയിനിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ആംഗുലർ മൊമെന്റം എക്സിസ്റ്റ് ചെയ്യുക. So theta is equal to 0 and 180, theta 0 ohm, so angular momentum 0 ohm and there is no angular effect. And theta 90 ആണെങ്കിൽ മാക്സിമം ഇറ്റ് ഇസ് ആർ പി ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർ പി എന്ന് പറയുമ്പോൾ നമുക്ക് പി അറിയാം, എം വി ആണ്. സോ എം വി ആർ എന്ന് കൊടുത്തു, വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് ഇക്വേഷൻ നമുക്കറിയാം. സോ എം ആർ ആർ ഒമേഗ ദാറ്റ് ഇസ് എം ആർ സ്ക്വയർ ഒമേഗ. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിന് ആർ പി എന്ന് എഴുതാം, എം വി ആർ എന്ന് എഴുതാം, ആർ എം ആർ സ്ക്വയർ ഒമേഗ എന്ന് എഴുതാം. ഇതെല്ലാം ദിസ് ആർ ദി ഇക്വേഷൻസ് ഫോർ ആംഗുലർ മൊമെന്റം. സോ ആംഗുലർ മൊമെന്റം ഇസ് മാക്സിമം. ഈ ടോർക്കിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ തീറ്റ 0 180 ആകുമ്പോൾ മിനിമം ആയിരിക്കും, തീറ്റ 90 ആകുമ്പോൾ ദാറ്റ് ഇസ് ഇവിടെ ആകുമ്പോൾ ആറും പി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്, ടോർക്ക് ആകുമ്പോൾ ആറും എഫ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. So in this figure similar manner നമുക്ക് explain ചെയ്യാൻ പറ്റും. From the figure consider right angle triangle OPN. So sin theta is equal to ON by OP, that is ON by R, that is ON equal to R sin theta. So ON is called lever arm, the perpendicular distance between the line of action of the momentum or force or momentum and the axis of rotation. Then angular momentum is equal to linear momentum into lever arm or perpendicular distance of action of force and axis of rotation എന്ന് പറയാം. Angular momentum is measured as the product of linear momentum and the perpendicular distance between the line of action of the momentum and the axis of rotation. അവിടെ മൊമെന്റത്തിന് വരെ ഫോഴ്സ് ആയിക്കാൻ ടോർക്കായി, ടോർക്ക് മാറ്റി ലീനിയർ മൊമെന്റം ആയിക്കാൻ ആംഗുലർ മൊമെന്റം ആയി. സോ L is known as angular momentum and P is known as linear momentum. Relation between angular momentum and torque. ആംഗുലർ മൊമെന്റം എല്ലും ടോർക്ക് ടോയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ വി ഹാവ് എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. നമുക്കറിയാം എൽ ഈക്വൽ ടു ആർ ക്രോസ് പി എന്നറിയാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം വിൽ ഗെറ്റ് ഡി ബൈ ഡി ടി ഓഫ് എൽ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. അപ്പോൾ നമുക്കറിയാം യു വി രണ്ട് ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഫസ്റ്റ് ടേം ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ടേം. നമ്മൾ ഓൾറെഡി അത് പഠിച്ചൊരു കാര്യമാണ്. സോ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി. അതായത് ഫസ്റ്റ് ടേം ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ടേം പ്ലസ് ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം. അപ്പോൾ അതാണ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി. സോ ഡി പി ബൈ ഡി ടി നമുക്കറിയാം, ന്യൂട്ടൺസ് ലോസ് ഓഫ് ഫോഴ്സ് നമുക്കറിയാം, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ഡി പി ബൈ ഡി ടി. സോ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സോ ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് എഫ് എന്ന് എഴുതാം, ഡി പി ബൈ ഡി ടി എഫ് ആണ്, അതായത് ഡി ആർ ബൈ ഡി ടി വെലോസിറ്റി ആണ്. കാരണം ആർ എന്ന് പറഞ്ഞ പൊസിഷൻ ആണ്. സോ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും, വെലോസിറ്റി കിട്ടും. ആൻഡ് പി ഈക്വൽ ടു എം വി. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിൽ ഗെറ്റ് dl by dt is equal to r cross f plus v cross mv. So that is equal to a cross a എന്ന് പറഞ്ഞാൽ 0 നമുക്കറിയാം, r cross f since v cross v 0 എന്ന് പറയാം, കാരണം a cross a എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ dl by dt is equal to r cross f, കാരണം v cross v എന്ന ടേം 0 m കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുമ്പോൾ m into v cross v എന്നാവും. സോ v cross v എന്താവും 0 ആവും. അപ്പോൾ അവിടെ ആർ ക്രോസ് എഫ് മാത്രം വരിക. സോ ആർ ക്രോസ് എഫ് നമുക്ക് ടോർക്ക് എന്നറിയാം. സോ ദെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ദ ടോർക്ക്. ഇത് ന്യൂട്ടൺസിന്റെ ലോ ആയിട്ട് വളരെ റിസംബിൾ ആണ്. നമുക്കറിയാം ഡി പി ബൈ ഡി ടി എഫ് എന്ന് പറയുന്നതിന് പകരം എഫിന് പകരം നമ്മൾ ടി കൊടുത്ത് അപ്പോൾ പിക്ക് വരെ എൽ കൊടുക്കുക. സോ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ടോർക്ക് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ടോർക്ക് 0 ആണെങ്കിൽ അവിടെ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതാണ് law of conservation of angular momentum.
we have tau is equal to dl by dt. If tau is equal to 0, then dl by dt is a 0 or L is a constant. Law of conservation of angular momentum states that if no external torque is acting on a rigid body, that is system of particles, its total angular momentum remains a constant. അതായത് നമ്മൾ ഫോഴ്സ് സീറോ ആണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഫോർ ലീനിയർ മൊമെന്റം പറയുന്നത് പോലെ നമുക്ക് ഇവിടെ പറയാം ടോർക്ക് സീറോ ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ ആംഗുലർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറഞ്ഞത് പോലത്തെ നമുക്ക് ആംഗുലർ മൊമെന്റം പറയാം. അവിടെ ഫോഴ്സിന് പകരം ടോർക്ക് എന്ന് പറഞ്ഞു. ബട്ട് ഫോഴ്സ് ആകുമ്പോൾ പി ആണ്, ഇവിടെ ടോർക്ക് ആയതുകൊണ്ട് എൽ ആയി. ദാറ്റ്സ് ഓൾ. Equilibrium of rigid body. A rigid body is said to be in equilibrium if it has both translation equilibrium and rotational equilibrium. ഒരു ബോഡി റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ അതിൽ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം വേണം, റൊട്ടേഷൻ ഇക്വിലിബ്രിയം വേണം. കാരണം ഒരു റിജിഡ് ബോഡിക്ക് പലതരം മോഷൻസ് ഉണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, റൊട്ടേഷൻ മോഷൻ ഉണ്ട്, പ്രിസിഷൻ ഉണ്ട്. അപ്പോൾ ഈ മോഷനിൽ ഇക്വിലിബ്രിയം ആണെന്ന് പറയുകയാണെങ്കിൽ അത് റൊട്ടേഷൻ ഇക്വിലിബ്രിയം ആവണം, ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം ആണ്. ഇനി നമ്മൾ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും എന്താണെന്ന്. എ ബോഡി ഈസ് സെറ്റ് ടു ബി in translational equilibrium if the net external force acting on the rigid body is 0. That is, its linear momentum is a constant. The body is moving with constant velocity or there is no linear acceleration for the body. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് സീറോ ആണ്. അപ്പോൾ ആ എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ബോഡി ഏത് മൊമെന്റത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ മൊമെന്റം കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ റെസ്റ്റ് ആണെങ്കിലോ ആ ബോഡി മൂവ് ചെയ്യേയില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ലീനിയർ ആക്സലറേഷൻ. അപ്പോൾ ആ ലീനിയർ ആക്സലറേഷൻ ഇല്ല എങ്കിൽ നമുക്കത് പറയാം ഇറ്റ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇത് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യാം? എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിലാണ് ഈ കേസ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ടോർക്ക് സീറോ ആണെങ്കിൽ നമുക്ക് എന്താ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആവും. എ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം if the net external torque acting on the rigid body is 0. That is, its angular momentum is a constant. The body is moving with constant angular speed or there is no angular acceleration. അപ്പോൾ it means angular speed constant ആയിരിക്കും, there is no angular acceleration. അപ്പോൾ F 0 ആണെങ്കിൽ P constant ആയിരിക്കും, അല്ലെങ്കിൽ tau 0 ആണെങ്കിൽ L constant ആയിരിക്കും. That is translation equilibrium എന്ന് വെച്ചാൽ F external 0 ആണ്. Rotational equilibrium എന്ന് വെച്ചാൽ torque external torque എന്തായിരിക്കും 0 ആണ്. Next, couple. A pair of equal and opposite forces with different lines of action is called a couple. Couple produces a rotation without translation. അപ്പോൾ ഇതാണ് കപ്പിൾ എന്ന് പറയുന്നത്. കാരണം രണ്ട് ഈക്വൽ ഫോഴ്സ് ആണ്. ഈക്വൽ ഫോഴ്സിന്റെ രണ്ട് ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യണമെങ്കിൽ അത് ദേ ക്യാൻസൽ ഈച്ച് അതർ. ദ ഫോഴ്സ് ആക്ടിങ് പോയിന്റ്സ് ആർ ഡിഫറെന്റ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ടോട്ടൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഡിഫറെന്റ് ആണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഡിഫറെന്റ് ആണെങ്കിൽ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ ആൻഡ് പ്രൊഡ്യൂസ് എ ടോർക്ക്. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഡിഫറൻസ് ആയതുകൊണ്ട് ബട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ ടോർക്ക്. ബട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സുകളും ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം. സോ ഇറ്റ് പ്രൊഡ്യൂസ്, ഇതിനാണ് നമ്മൾ കപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കൺസെപ്റ്റ് പല ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കും. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ ടോർക്ക്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക എന്നാണ് ഈ അനിമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആംഗുലർ മൊമെന്റ് കിട്ടും, ആർ. അപ്പോൾ പി ആണ് ക്യൂ എന്ന പോയിന്റ്, അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന പോയിന്റ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ടോർക്ക് എക്സിസ്റ്റ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ദാറ്റ് ഇസ് ലിവർ ആം ഓർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ദാറ്റ് ഇസ് എഫ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യണം. അപ്പോൾ ഫോഴ്സ് എ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിലാണ് എന്ത് ചെയ്യുക? അത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ എടുക്കണം, എക്സ് വൈ പ്ലെയിനിലാണ് എന്ത് ചെയ്യുക? അത് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് വരുമ്പോൾ എങ്ങനെയാണ് ടോർക്കിന്റെ ഡയറക്ഷൻ വരിക? അപ്പോൾ എക്സ് വൈ എന്ന പ്ലെയിനിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലെയിനിൽ കറങ്ങുമ്പോൾ ടോർക്ക് സെഡ് ആക്സിലാണ് വരിക. കാരണം ഞാൻ പറഞ്ഞു എക്സും വൈ പ്ലെയിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലെയിൻ ആണ്. സോ ആ എക്സും വൈനും പെർപെൻഡിക്കുലർ ആയ സെഡ് പ്ലെയിനിലാണ് ടോർക്ക് എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? ടോർക്ക് ആക്ട് ചെയ്യുക. കാരണം ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം പെർപെൻഡിക്കുലർ എക്സ് വൈ പ്ലെയിന് പെർപെൻഡിക്കുലർ ടു ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. ലിവർ ആവുന്ന പെർപെൻഡിക്കുലർ ആ പോയിന്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോർക്ക് ആക്ട് ചെയ്യുന്നതാണ് സെഡ്. അല്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കുക, എക്സ് വൈ പ്ലെയിനാണ്, എക്സ് വൈയിൽ അതുപോലെ തന്നെ എക്സ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, വൈയിലാണ് ആർ ഉള്ളത്. അപ്പോൾ സെഡിലായിരിക്കും ഉണ്ടാവുക. ഇനി അതിന് റിവേഴ്സ് ഡയറക്ഷൻ ചെയ്യണം. നമ്മൾ ഫോഴ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ ടോർക്ക് നേരെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആവും. കാരണം ആർ ക്രോസ് എഫിന് പകരം എഫ് ക്രോസ് ആർ ആകുമ്പോൾ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആവും. അതാണ് അവിടെ ടോർക്ക് ഡൗൺവേർഡ് ആവാൻ കാരണം. കാരണം ആ കറക്കം തിരിയും എന്നാണ് നമുക്കറിയാം. ഒരു സ്ക്രൂ ക്യൂവിൽ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് സ്ക്രൂ, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് പോവുക, ലെഫ്റ്റ് സൈഡിൽ തിരിക്കുമ്പോൾ വേറൊരു ഭാഗത്തേക്ക് വരിക. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. എക്സ് വൈ പ്ലെയിനിലാണ് ആർ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സെഡിലായിരിക്കും അതിന്റെ ടോർക്ക് എക്സിസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് ടോർക്ക് അപ്വേർഡ് ഡൗൺവേർഡ് എടുക്കുകയും ചേഞ്ച് ചെയ്യും. അതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആർ ക്രോസ് പി ഈക്വൽ ടു എൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ കഴിയും. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു.
If you have any doubts regarding on torque and angular momentum, you can use comment box. So hope these concepts are clear. Thank you for watching. Thank you.